നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ അതീവ പ്രസക്തമായ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തവും അതേസമയം തന്നെ ഇതുവരെ ആരും വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്തതുമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളെ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണം കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ വിഷയം ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഉണ്ടാക്കിയ ഹിന്ദു, ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഉണ്ടാക്കിയ ഹിന്ദു എന്നതാണ്. വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. അടിസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസിൻ്റെ വേറൊരു ചതിയിലേക്ക് കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുകയാണ് ജോൺസൺസ് ടാർഗറ്റ്. ആദ്യമായി പറയട്ടെ, ഹിന്ദു എന്നുള്ളത് ഭാരതീയ പദമല്ല. അക്ഷരജന്യമായ ഭാരതീയ പദമല്ല ഹിന്ദു എന്നുള്ളത്. ഓംകാരത്തിൽ നിന്നാണ് ഭാഷയടക്കമുള്ള ഭാരതീയമായ എല്ലാതും ഉത്പന്നമായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഓംകാരത്തിൽ നിന്ന്, അക്ഷരത്തിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ളതല്ല ഹിന്ദു എന്നുള്ളത്. അത് ഒരു പദവുമല്ല, അക്ഷരജന്യമല്ല ഹിന്ദു എന്നുള്ളത്. ഹിന്ദു എന്ന് പറയുന്ന ഒരു പദം ഭാരതീയ സാഹിത്യത്തിൽ, ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വേദം മുതലുള്ളത്, വേദമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. വേദം മുതൽ, അത് അക്ഷരത്തിനെ കുറിച്ചിട്ടുള്ളതാണ് വേദം എന്ന് പറയുന്നത്. അദ്വൈതത്തെക്കുറിച്ചിട്ടുള്ളതാണ് വേദം എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത തത്വങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് വേദം എന്ന് പറയുന്നത്. വേദം മുതലുള്ള ഒരു സാഹിത്യത്തിലും ഹിന്ദു എന്നുള്ള പദം, കാരണം അത് പദമല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന തെമ്മാടികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഭാരതീയർക്ക് കൊടുത്ത നെയിമാണ്, പേരല്ല, നെയിം. നെയിമിനെ നമുക്ക് വിശദീകരിക്കുമ്പോൾ എൻ സമം നോ. എയിം എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ചിട്ടുള്ളത് ലക്ഷ്യമെന്നാണ്, ഉന്നം. ലക്ഷ്യമില്ലാത്തത് എൻ, എൻ നോ, ലക്ഷ്യം, എയിം. അതായത് അർത്ഥം നൽകാത്തത്, അതാണ് നെയിം. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നെയിംസ് നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് അതിൽ അർത്ഥം ലഭ്യമാവില്ല. അർത്ഥം ലഭ്യമാവുന്നത് അക്ഷരജന്യമായവയിൽ മാത്രമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അക്ഷരജന്യമല്ല, അതുകൊണ്ട് അർത്ഥവും ലഭ്യമല്ല. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഭാരതീയയുടെ മുകളിൽ മുഴുവൻ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് ഒരു ചതിയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ ആദ്യമായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ചതി അവരുണ്ടാക്കിയതാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഉണ്ടാക്കിയതാണ് ഹിന്ദു എന്ന് പറയുന്ന വേർഡ്. അത് പദമല്ല.
പദമാണെങ്കിൽ അത് അക്ഷരജന്യമാണ്, അക്ഷരജന്യമാണെങ്കിൽ അതിനർത്ഥമുണ്ട്. ഹിന്ദുവിന് അർത്ഥമില്ല. 1800s എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറുകളിലാണ് ഹിന്ദു എന്ന് പറയുന്ന വേർഡ്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് ആദ്യമായി കൊണ്ടുവരപ്പെടുന്നത്. 1800s മാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ചില്ലുവാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ഹിന്ദു എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്നിട്ട്. അത് സാർവത്രികമാക്കാൻ തുടങ്ങിയത് ആകെ കൂടി ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1856 അത് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു 5, 10, 15, 20 വർഷങ്ങൾക്കുള്ളിലാണ് ഹിന്ദു എന്നുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് സാർവത്രികമാക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 1900s തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം 1900s തുടങ്ങിയതിന് ശേഷമാണ് ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങിയത്. കാരണം വിഭജനത്തിൻ്റെ അർത്ഥരഹിതമായ പുലയാട്ടാണ് ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്. അവരുണ്ടാക്കിയതാ. കാരണം അർത്ഥമില്ലാത്തത് ആളുകൾക്ക് മനസ്സിലാവില്ല. അടിസ്ഥാന തത്വമാണത്. ഖുശ്വാഹോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അതിന് അർത്ഥമില്ല. താറാവിൻ്റെ ക്വാക്ക് എന്നുള്ള ശബ്ദം അനുകരിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവില്ല. ആർക്കും അർത്ഥം മനസ്സിലാവില്ല. കാരണം അക്ഷരജന്യമായ ഭാരതീയ ഭാഷയിലേ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ ഈ അക്ഷരജന്യമല്ലാത്തതിൽ അർത്ഥമില്ല. അത് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്തത്. അത് മനസ്സിലാവില്ല. ഓരോരുത്തന് തോന്നിയ പോലെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്തതിനാൽ 5 കുരുടന്മാരെ ആനയെ കണ്ട ആ ഉദാഹരണം, ആ കഥ നിങ്ങൾ ആലോചിക്കുക. ഓരോരുത്തനും പോയി തൊട്ടത് എന്താണ്, അവന് തോന്നിയത് എന്താണ്, അതാണ്. 5 കുരുടന്മാരെ പോയി ഒരുത്തൻ തുമ്പി കൈ തൊട്ടു, അപ്പോൾ അവന് തോന്നി ഇങ്ങനെയുള്ളൊരു സംഗതിയാണ്. വേറൊരുത്തൻ കാല് തൊട്ടു, അപ്പോൾ അതൊരു തൂണ് പോലെയുള്ളതാണ്. ചെവി തൊട്ടു, അപ്പോൾ വേറൊരുത്തൻ തൊട്ടു കുരുടൻ, അപ്പോൾ അവന് അത് മുറം പോലെയാണെന്ന്. വാല് തൊട്ടപ്പോൾ പറഞ്ഞു അതൊരു നീണ്ട അവസാനം കുറച്ച് രോമങ്ങളുള്ള എന്തോ പോലെയാണ്. ഇങ്ങനെ 5 കുരുടന്മാർ അവർക്ക് തോന്നുന്ന പോലെ പുലമ്പി. അർത്ഥരഹിതമായവയ്ക്ക് തോന്നുന്ന അർത്ഥമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അർത്ഥരഹിതമായവ അനർത്ഥമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് വന്നതിന് ശേഷം ഭാരതത്തിൽ വിഭജനം ഇത്രയും വിജയകരമായി നടപ്പാക്കാൻ പറ്റിയത്. ഇത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തട്ടിപ്പിൻ്റെ അടിസ്ഥാന മുഖമുദ്രയാണ് വിഭജനം എന്ന് പറയുന്നത്. അത് നടപ്പാക്കാൻ അവർ ഏറ്റവും ശക്തമായി ഉപയോഗിച്ചത്, ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് 1800s ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഹിന്ദു എന്നിട്ടുള്ള വേർഡാണ്. അനർത്ഥമാണ്. അനർത്ഥത്തെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹിന്ദു വന്നതിന് ശേഷമാണ് ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാനം? ഹിന്ദുവിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്ത്? ഹിന്ദു ഗ്രന്ഥങ്ങളില്ല. നമ്മുടെ വീട്ടിൽ ഒരു പേര് നമ്മുടെ വീട്ടുകാരെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ആളുകൾ വന്നിട്ട് അതിനെ മാറ്റിയിട്ട് അവർക്ക് തൊള്ളേ തോന്നിയിട്ടുള്ള പേരാണ്, ഇതാണ് നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ട്. നിങ്ങളുടെ വീട്ടുകാരെ, നിങ്ങളുടെ രക്ഷകർത്താക്കൾ, നിങ്ങളുടെ അപ്പനമ്മമാരെ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള പേരുകളുണ്ട്.
ആ പേര് പുറമേ നിന്ന് വന്നിട്ടുള്ള ഏതോ ഒരു തട്ടിപ്പുകാരൻ തെമ്മാടി വന്നിട്ട് പറയാണ് നിങ്ങളുടെ ഈ പേരൊക്കെ മാറ്റണം, അതിന് പകരം ഞങ്ങളൊരു നെയിം തരാം, നോ എയിം തരാം. അത് അർത്ഥമാകുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേര് കുൻഹൻ എന്നാണ് പേരിടുന്നത്, നിങ്ങൾ സ്വീകരിക്കുമോ? വല്ലവരും വന്ന് അവർക്ക് തൊള്ളേ തോന്നിയിട്ടിട്ടുള്ള പേരാണ് ഹിന്ദു എന്നുള്ളത്. ഭാരതീയർക്ക് അർത്ഥമുള്ള ഭാരതം എന്ന് പറയുന്ന ഇടത്തിൽ ജീവിക്കുന്ന ഭാരതീയർ എന്ന് പറയുന്ന അർത്ഥം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്ന മനുഷ്യന്മാർക്ക് അർത്ഥമില്ലാത്ത അനർത്ഥം കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് അവരുടെ കുത്തിക്കയറ്റിയ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തട്ടിപ്പിൻ്റെ പേരാണ് ഹിന്ദു എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആർക്കും ഹിന്ദു എന്ന് പറയുന്നതിനോട് ആർക്കും ഒരു ആഭിമുഖ്യവും. പൊളിറ്റിക്കൽ പാർട്ടീസ് അതിൻ്റെ മുകളിൽ ചാടി കളിക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസും എന്ന പാർട്ട് വൈസും ഒക്കെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നിർമ്മിതമാണ്. റിലൈജിയൻ അതും ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നിർമ്മിതമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതും വിഭജിച്ചതും ഭാരതീയനെ വിഭജിച്ചതും ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആണ് ബ്രിട്ടീഷുകാരെന്ന് നിങ്ങൾക്കറിയാം. അവരാണിത് ചെയ്തത്. ഇത്രയും ഭീകരമായൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇന്നും ഈ വിഭജനം നിലനിർത്തുന്നത് അവരുടെ ആവശ്യകതയാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ അനന്തമാണ്, അമൂല്യമാണ്. ഭാരത ജനത എന്ന് പറയുന്നത് അറിവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അറിവ്, ജ്ഞാനം കുടികൊള്ളുന്ന ഒരു ജനസംഘമാണ്, ജനത്തിൻ്റെ സംഘമാണ്, വലിയൊരു സംഘമാണ്. അറിവ് കുടികൊള്ളുന്ന ഇത്രയും വലിയൊരു സമൂഹം ഭാരതത്തിന് വെളിയിലില്ല. കാരണം ഭാരതത്തിൽ ആശയവിനിമയം നടത്തുന്നത് അക്ഷരോത്പന്നമായ ഭാഷയിലൂടെയാണ്. ആശയം എന്ന് പറയുന്നത് അർത്ഥമാണ്. അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തെ പൊലിപ്പിക്കുന്നതാണ്, പൊലിക്കുന്നതല്ല, പൊലിപ്പിക്കുന്നതാണ്. ഈ അർത്ഥം ലഭ്യമാക്കലാണ് ഭാരതീയ ഭാഷയിൽ നടക്കുന്നത്. ഈ അർത്ഥത്തെ എടുത്തു കളയലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള പേര് എന്താണെന്ന് ചോദിച്ചാൽ ഭാരതീയൻ. ഭാരതത്തിൽ താമസിക്കുന്നവൻ ഭാരതീയൻ, ഇന്ത്യൻ അല്ല. ഇതേപോലെ കൊണ്ടിട്ടുള്ള ഒരു കള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നെയിമാണ് ഇന്ത്യ. നമ്മളെന്തിനാ നമ്മുടെ പേര് ഈ കള്ളന്മാർ മാറ്റി പറയണമെങ്കിൽ നമ്മളെന്തിനു സ്വീകരിക്കണം? നമ്മൾ ഇന്ത്യ സ്വീകരിപ്പിച്ചു. നമ്മളെ കൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നോ എയിം വേർഡ് സ്വീകരിപ്പിച്ചു, അടിച്ചേൽപ്പിച്ചു. എല്ലാ റെക്കോർഡിലും ഹിന്ദു എന്നെഴുതി. എന്തുകൊണ്ട് ഭാരതീയൻ എന്ന് എഴുതുന്നില്ല? എന്തുകൊണ്ട് അദ്വൈതി എന്ന് എഴുതുന്നില്ല? എന്തുകൊണ്ട് ശൈവൻ, വൈഷ്ണവൻ, ശാക്തേയൻ, ബൗദ്ധൻ, ജൈനൻ, ജിനൻ എന്തുകൊണ്ട് എഴുതുന്നില്ല? സാഖ്യൻ എന്തുകൊണ്ട് എഴുതുന്നില്ല? ഇതാണ് ഭാരതത്തിലെ മതങ്ങൾ. ഹിന്ദു അല്ല. ഹിന്ദു ഈസ് എൻ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്. മനസ്സിലാക്കണം. നമ്മൾ അർത്ഥമുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് ഭാരതീയരാകാം, നമുക്ക് അദ്വൈതിയാകാം, ദ്വൈതിയാകാം. ഇതൊക്കെ മതങ്ങളാണ്, ഭാരത മതങ്ങളാണ്. വിശിഷ്ടാദ്വൈതിയാകാം, ശൈവനാകാം, വൈഷ്ണവനാകാം, ശാക്തേയനാകാം, ബുദ്ധനാകാം, ജിനനാകാം, ചർവാകനാകാം, സാഖ്യനാകാം. മതങ്ങൾ യഥേഷ്ടമുണ്ട്. അങ്ങനെ എഴുതണം. നിങ്ങളുടെ മതം എന്താണ്? ഭാരതത്തിലെ ഭൂരിപക്ഷം പേരുടെയും മതം എന്ന് പറയുന്നത് അദ്വൈതമാണെന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അദ്വൈതമാണ് ഭാരതത്തിലെ മുഖ്യമതം. അദ്വൈതം, അക്ഷരാദ്വൈതം, ഓംകാരത്തിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള അദ്വൈതമാണ് 148 കോടി ജനങ്ങളിൽ
80% മതം ഹിന്ദു അല്ല. പിന്നെ എന്താണ് ഈ ഹിന്ദു അർത്ഥമില്ലാത്ത കൊണ്ടു വെച്ചിട്ട് നമ്മളെ വിഭജിക്കുന്നതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ജീവിതം ഇവിടെ വിഭജിച്ച് തമ്മിത്തല്ലിച്ച് ഭാരതീയനെ ഹിന്ദുവാക്കി അർത്ഥം മനസ്സിലാകാത്ത എന്തോ ഒന്ന്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു സമൂഹം ഒന്നിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഹിന്ദു സമൂഹം എങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത്? എന്താണെന്ന് മനസ്സിലായാലല്ലേ ഒന്നിച്ച് നിൽക്കുള്ളൂ. ഹിന്ദു എന്ന് പറയുമ്പോൾ ആളുകൾ ഓരോരുത്തർക്കും ഓരോ തോന്നിയ പോലെയാണ്. ഈ കുരുടന്മാരെ ആന കണ്ട പോലെയാണ് ആ കഥ പറഞ്ഞ പോലെ. ഓരോരുത്തർക്കും ഓരോന്നാണ് തോന്നുന്നത്. അപ്പൊ എന്ത് വെച്ചിട്ടാണ് അവര് ഒന്നിച്ച് നിൽക്കുക? സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന തട്ടിപ്പിൽ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ചിക്കാൻ പറ്റില്ല. ആശയം വേണം, അർത്ഥം മനസ്സിലായി. നിങ്ങൾ ചോറ് എന്ന് പറഞ്ഞാൽ ചോറ് എന്ന് മനസ്സിലാവണം, കറി എന്ന് പറഞ്ഞാൽ കറി എന്ന് മനസ്സിലാവണം. മനസ്സിലായിടത്തെ സ്വീകരണം ഉണ്ടാകൂ. സ്വീകരണം എന്ന് പറയുന്നത് അർത്ഥതലങ്ങളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭാരതീയരാകാം. മതമാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അക്ഷര അദ്വൈതം ആകാം, അദ്വൈതിയാകാം. ശൈവനോ ശാക്തേയനോ ആകാം, വൈഷ്ണവനോ ചർവാകനോ ആകാം, ബൗദ്ധനോ ജൈനനോ ആകാം. നമുക്ക് നമ്മളാകാം. നമ്മളുടെ പേര്, ഒരു പേരിൽ എന്തിരിക്കുന്നു നമ്മൾ ചോദിക്കണ്ടേ? പേരിൽ എല്ലാം ഇരിക്കുന്നുണ്ട്. അർത്ഥവത്തായ പേരിൽ എല്ലാം ഇരിക്കുന്നു. നമുക്ക് നമ്മളുടെ അർത്ഥവത്തായ പേരുകളായി മാറാം. ഭാരതീയനാകാം, അടിസ്ഥാനപരമായി ഭാരതീയരാകാം. അനർത്ഥങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാം. അർത്ഥത്തെ, അക്ഷരജന്യമായ അർത്ഥത്തെ സ്വീകരിക്കാം. ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് നമ്മൾ കണ്ണു തുറക്കുകയാണ് ജോൺസൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണത്തിലൂടെ. എല്ലാവർക്കും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക്, സത്യത്തിൻ്റെ നേരായ വഴിയിലൂടെയുള്ള ജീവിതത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.